സന്നിധി തന്നിൽ. ഗുഡ് മോർണിംഗ്. പ്രതിദിന പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്നത് പാരിസ്ഥിതിക ദുരന്തം എന്നുള്ളതായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. പ്രിയരെ, വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 3-ാമത് വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: രണ്ടാമത്തവൻ തൻ്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു, അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെ ആയിത്തീർന്നു. സമുദ്രത്തിലെ ജീവജന്തു ഒക്കെയും ചത്തുപോയി. പ്രിയരെ, സത്യവേദ പുസ്തകം നാം വിശദമായി പഠിക്കുമ്പോൾ തന്നെ മിസ്രൈമിൽ വീണ മഹാമാരികൾക്ക് സമാന്തരമായ ഒന്നാണ് ഇവിടെയെന്ന് നാം ചിന്തിക്കുന്നു. എന്നാൽ പുറപ്പാട് പുസ്തകം അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 17-ാമത് വാക്യം പറയുന്നു: ഞാൻ യഹോവ എന്ന് നീ ഇതിനാൽ അറിയും എന്നിങ്ങനെ യഹോവ കൽപ്പിക്കുന്നു. ഇതാ എൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ഞാൻ നദിയിലെ വെള്ളത്തിലടിക്കും, അത് രക്തമായി തീരും. അന്ത്യബാധകളിൽ രണ്ടാമത്തേതിൽ രക്തത്തിൻ്റെ ബാധ നൈൽ നദിയെ മാത്രമല്ല ബാധിക്കുന്നത്, മറിച്ച് അത് കടലിനെ തന്നെ രക്തമാക്കി മാറ്റുന്നതായും ചെയ്യുന്നു. അതിന് ആഗോള വിവശതകളുണ്ട്. വാസ്തവത്തിൽ ജലപ്രളയം മുതൽ ഭൂമിയിൽ കണ്ടിട്ടില്ലാത്ത ഒരു പാരിസ്ഥിതിക ദുരന്തത്തിൻ്റെ എല്ലാ രൂപങ്ങളും ഈ പറഞ്ഞതായ സംഭവത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വാസ്തവം. ലേവ്യ പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു: മാംസത്തിലുള്ള ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഇവിടെ നാം നോക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ 7:21 പറയുന്നു: നദിയിലെ മത്സ്യം ചാകുകയും നദി നാറുകയും ചെയ്തു. രക്തമായി പോയപ്പോൾ നൈൽ നദിയിലുള്ളതായ സകല മത്സ്യങ്ങളും ചത്തുപോയി എന്ന് തന്നെ അവിടെ എഴുതപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ 7 ബാധകൾ മനുഷ്യരെയല്ല, മറിച്ച് അവ ഈ ഭൗമ ഗ്രഹത്തെ തന്നെ തകർത്ത് കളയുന്നു എന്നുള്ളതാണ് വാസ്തവം. മിസ്രൈമിയ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു എന്ന് പുറപ്പാട് പുസ്തകത്തിൽ തന്നെ നമ്മൾ നേരത്തെ വായിച്ച അധ്യായത്തിൽ അതിൻ്റെ 22-ാമത് വാക്യം പറയുമ്പോഴും ഞാൻ യഹോവ എന്ന് നീ ഇതിനാൽ അറിയുമെന്ന് അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ദൈവം സംസാരിക്കുന്നു. അപ്പോൾ പിശാച് ദൈവത്തിൻ്റെ യഥാർത്ഥ അനന്യതയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. വ്യാജ ഉപദേശങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കാലത്തിൻ്റെ അന്ത്യത്തിലും അവൻ ഉപയോഗിക്കുന്ന അതേ രീതികൾ തന്നെ ഇന്നും അവൻ ഉപയോഗിക്കുകയാകുന്നു. പിശാച് ഇത്രയും കാലം മൂടിവെച്ചത് എന്താണെന്ന് ഈ അന്ത്യകാല ബാധകൾ വെളിപ്പെടുത്തി തരും എന്നുള്ളതാണ് ശരിക്കുള്ള സത്യം എന്നുള്ളത്. ഇവിടെ കൂടുതൽ പഠനത്തിനായിട്ട് ഇപ്രകാരം പറയുന്നു. സങ്കീർത്തനങ്ങൾ അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 41 മുതൽ പറയുന്നു: അവർ പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. മിസ്രൈമ്യർ അടയാളങ്ങളെയും സോവൻ മലയിൽ വയലിൽ അത്ഭുതങ്ങളെയും ചെയ്ത അവൻ്റെ കൈയും അവൻ്റെ ശത്രുവിൻ്റെ വശത്തു നിന്നും അവരെ വിടുവിച്ച് ദിവസവും അവർ ഓർത്തില്ല. അവൻ അവരുടെ നദികളെയും തോടുകളെയും അവർക്ക് കുടിപ്പാൻ വഹിയാതെ വണ്ണം രക്തമാക്കി തീർത്തു എന്നവിടെ പറയുന്നു. പ്രിയരെ, ഇതൊക്കെയും നാം വായിക്കുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോഴും ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടേണ്ടതായ നാം എത്രമാത്രം ഏകാഗ്രതയോടെ നിൽക്കണം എന്നതുകൂടെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിൻ്റെ 50-10 ഇങ്ങനെ പറയുന്നു: നിങ്ങൾ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ ദാസന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും ചെയ്യുന്നവനാർ? തനിക്ക് പ്രകാശം ഇല്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തൻ്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. ഈ ദിവസങ്ങളിൽ അപ്രകാരം ദൈവത്തിന്മേൽ ചാരിക്കൊള്ളുന്നവനായി, ദൈവത്തിൻ്റെ വഴികളെ പിന്തുടരുന്നവരായി, ക്രിസ്തുവിൻ്റെ പാതയെ പിൻപറ്റുന്നവരായി നിൽക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം.
സർവ്വചരാചരങ്ങളുടെയും ഉടയവനും നിത്യനും നീതിമാനും വാഴ്ത്തപ്പെട്ട നല്ലവനുമായ ദൈവമേ, അനുഗ്രഹമേറിയതായ ഒരു നല്ലൊരു പ്രഭാതം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. കേട്ടതായ വചനത്തിന് പ്രകാരം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ, ക്രിസ്തുവിൻ്റെ വലിയ സത്യങ്ങളെ ശരിക്കും മനസ്സിലാക്കി ക്രിസ്തുവിൻ്റെ പാതയിലൂടെ തന്നെ പിന്തുടർന്ന് ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾ മുന്നേറുവാനുള്ളതായ കൃപാവരം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണം. കേൾവിക്കാരായി, ശ്രോതാക്കളായി ദൈവമേ ആയിരിക്കുന്നത് എല്ലാവരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. കൃപയാൽ നീ ഞങ്ങളെ കാത്തുകൊള്ളും, പരിപാലിക്കും, വഴി നടത്തും. സകലതും കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തി പരവേൽപ്പിക്കുമ്പോൾ കൃപയോട് പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.